ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ വടക്കനാട് പച്ചാടി എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ രാത്രി ഇവിടെ ഒരു കർഷകൻ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ മരണകാരണം കാട്ടാനയുടെ ആക്രമണമാണ് എന്നാണ് ആളുകളെല്ലാവരും പറയുന്നത്. പക്ഷേ നമുക്കിനിയും അതിൻ്റെ സ്ഥിരീകരണം വരാനുണ്ട്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ തൊപ്പിയും ഇപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ചെരുപ്പുകളും മറ്റുമൊക്കെ ഇവിടെ നമുക്ക് കിടക്കുന്നത് കാണാം. ഒരു സംഘടന നടന്നതിൻ്റെ പാടുകളും ലക്ഷണങ്ങളും ഒക്കെ കാണാം. കാട്ടാന വന്നത് അദ്ദേഹത്തിൻ്റെ കൃഷി നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നതാണ് നോക്കാനായിട്ട്. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ കാണാതായി കഴിഞ്ഞപ്പോൾ ആളുകൾ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ അദ്ദേഹം കിടക്കുന്ന നിലയിലായിരുന്നു. ഇവിടെയൊക്കെ ആനയുടെ കാൽപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കാട്ടാനയാണോ ഈ മരണകാരണം എന്നുള്ളത് ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷെ എന്തായാലും നാട്ടുകാരെല്ലാവരും പറയുന്നത് ഇത് കാട്ടാന ആക്രമണം തന്നെയാണ്. 95% അത് കാട്ടാന ആക്രമണം തന്നെയാണ് എന്നുള്ള രീതി തന്നെയാണ്. കാരണം ഇവിടെ ഒരു സംഘടന നടന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ ഈ പ്രദേശത്ത് നിരന്തരം കാട്ടാനയുടെ ശല്യം ഉള്ളതുമാണ്. മാത്രമല്ല ഇന്നലെ രാത്രി ആന ഈ പ്രദേശത്തു നിന്നൊക്കെ ഫോറസ്റ്റുകാർ ഓടിച്ചിട്ടുമുണ്ട്. അങ്ങനെ പല ലക്ഷണങ്ങളും അത് സാധൂകരിക്കുന്ന രീതിയിലുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്കിനിയും അതിൻ്റെ സ്ഥിരീകരണം വരാനായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നേ ഉള്ളൂ. മരിച്ച ആളുടെ പേര് രാജീവ് എന്നാണ്. 37 വയസ്സുകാരനാണ്. ഈ കാണുന്ന അദ്ദേഹത്തിൻ്റെ ചെരുപ്പുകളാട്ടോ. ഇവിടെ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബോഡി കിടന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചെരുപ്പാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ കാപ്പി ചെടികളൊക്കെ മറിച്ചിട്ടേക്കുന്നു. ഈ പൈപ്പൊക്കെ മറിഞ്ഞു കിടക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെയൊക്കെ ചവിട്ടുപാടുകളുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കാട്ടാനയുടെ ചവിട്ടുപാട് ഇവിടെ നമുക്ക് കാണാം. ആ ചെരുപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ. എന്നിരുന്നാലും ഇവിടെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വന്ന് ഇവിടെ തെളിവ് ശേഖരണവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇനി അവരുടെ ഭാഗത്തുനിന്ന് ഒരു കൺഫർമേഷൻ കൂടെ നടത്താനുണ്ട്. ഏതായാലും ഇത് കാട്ടാനയുടെ ആക്രമണം തന്നെയാണ് എന്നുള്ളതാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത് കേട്ടോ.